ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ നസറിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രഞ്ച് ക്ലബ്ബായ ടുളൂസയെ 1-2 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട്. അതായത് 45 മിനിറ്റ് മാത്രമാണ്, അഥവാ ആദ്യ പകുതിയിൽ മാത്രമാണ് റൊണാൾഡോ കളിച്ചിട്ടുള്ളത്. മികച്ച ഒരു ഗോൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഗോൾ അൽ നസറിന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വെസ്ലിയുടെ ഒരു അസിസ്റ്റിൽ നിന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പിറന്നത്. മാത്രമല്ല, മികച്ച പ്രകടനമാണ് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിയിട്ടുള്ളത്. അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം തിളങ്ങിയ, അതല്ലെങ്കിൽ ഒരു ഗോൾ കണ്ടെത്തിയ മത്സരം കൂടിയായിരുന്നു ഇത്. ഇനി മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിയുടെ ഒരു മത്സരം ഇന്ന് ഉണ്ടായിരുന്നു. അതായത് ലീഗ്സ് കപ്പിൽ ഇന്ന് ഇന്റർ മയാമിയുടെ എതിരാളികൾ അറ്റ്ലസ് ആയിരുന്നു. 1-2 ഗോളുകൾക്ക് ഇന്റർ മയാമി ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ട്. സെർഗോവിയ, വെയ്ഗാൻഡ് എന്നിവരായിരുന്നു ഇന്റർ മയാമിക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. എന്നാൽ ഈ 2 ഗോളുകൾക്ക് പിറകിലും മെസ്സി ആയിരുന്നു. മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നാണ് ഈ 2 താരങ്ങളും ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ അവസാനത്തിലാണ് വെയ്ഗാൻഡിന്റെ ഒരു വിജയ ഗോൾ പിറക്കുന്നത്. അതിന് അസിസ്റ്റ് നൽകിയത് മെസ്സി ആയിരുന്നു. അതുപോലെ തന്നെ സെഗോവിയ നേടിയ ഗോളിന് പിറകിലും അസിസ്റ്റ് നൽകിയത് ലയണൽ മെസ്സി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മത്സരത്തിൽ 2 അസിസ്റ്റുകൾ മെസ്സി സ്വന്തമാക്കി, 3 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 5 കീ പാസുകൾ, അതുപോലെ തന്നെ 7 അക്യുറേറ്റ് ലോങ് ബോളുകൾ, 9 ഡുവൽസ് വോൺ ചെയ്യാൻ മെസ്സിക്ക് കഴിഞ്ഞു. 11 ഡ്രിബിളുകൾ നടത്തി, അതിൽ 7 സക്സസ് ആയി. സോഫ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 9.9 ആണ്. ഇങ്ങനെ മാസ്മരിക പ്രകടനമാണ് മെസ്സി നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മികവിൽ തന്നെയാണ് ഇപ്പോൾ ഇന്റർ മയാമി ലീഗ്സ് കപ്പിലെ ആദ്യ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളതും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.